ഞങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള ചെറിയ ചെറിയ ഓരോ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല ലീവാണ്. ഒന്നാമത് വർക്ക് പറ്റേ കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങൾ ദിവസങ്ങളൊക്കെ രാവിലെ ഇറങ്ങുക. ഈ വർക്കുള്ള സമയത്ത് നടത്തം പറ്റേ കുറവായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു 8 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ അതിന് ശേഷം ഓരോ കാര്യങ്ങളായിട്ട് വണ്ടിമേൽ തന്നെ ഒരു സ്കൂട്ടി ഉണ്ട്, പണിക്കായിട്ട് പോവാം. അതൊരു ശീലമായിരുന്നു. പിന്നെ നടത്തം കുറവായതുകൊണ്ട് മലയ്ക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര റിസ്ക്കാണ് നടക്കാതിരുന്നിട്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസം ലീവായപ്പോൾ വേറെ വർക്കിനൊക്കെ ആയിട്ട് കയറാനുള്ള പരിപാടിയില്ല. ഇപ്പോൾ രാവിലത്തെ ടൈം കംപ്ലീറ്റ് ഫ്രീ ആണ്. ഒരു ഏകദേശം ഒരു 7 മണി ടൈമാണ്. ഞങ്ങളുടെ നാടാണിത്. അത് മേലേഴിയം ആനക്കര ആ ഭാഗത്താണ്. അപ്പോൾ രാവിലെ നേരെ നടക്കാൻ ഇറങ്ങി. അപ്പോൾ വർക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ ഈ വർക്ക് ഇങ്ങനെ മാറണം എന്ന് വിചാരിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഡെലിവറി ജോബുണ്ട്. അതൊക്കെ കണ്ടിട്ട് ആണ് പുന്നം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് പാടെന്ന്. നമ്മൾ വിചാരിച്ച രീതിയിലൊരു കാര്യങ്ങളൊക്കെ നടക്കുകയെന്ന് വെച്ചാൽ അതന്നെ ട്രൈ ചെയ്യും. അതല്ല വെച്ചാൽ മാറ്റി പിടിക്കും. ഇപ്പോൾ രാവിലെ ഇറങ്ങിയത് മെയിനായിട്ട് നടത്താണ്. നടത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര റിസ്ക് ആയിരുന്നു കാര്യങ്ങളൊക്കെ. വർക്കില്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. ഏകദേശം ഒരു 6 മണി 7 മണി, ഇപ്പോൾ 7:30 ആവാറായി. ആ ടൈമിലുള്ളൊരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി വെയിലാകും. അപ്പോൾ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരുപാട് കമ്പനിക്കാരൊക്കെ ഇവിടെ വന്ന് കളിക്കാൻ ഇതിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നോട്ടും ഇങ്ങനെ മെല്ലെ നടന്നു തുടങ്ങുകയാണ്. ഈ നടത്തം ഇങ്ങനെ കുറച്ച് ദിവസം നടക്കണം. അതേപോലെ ഒരു ഡെലിവറി ജോബിനെ കൊടുത്തിട്ടുണ്ട്. ആ ഡെലിവറി ജോബാണ് ഇനിയുള്ള ഒരു പരിപാടി. അപ്പോൾ അത് 10 to 11 അങ്ങനെ ഷിഫ്റ്റ് ടൈമുണ്ട്. സൊമാറ്റോയുടെ എടപ്പാളാണ് വർക്ക് ചെയ്യാനുള്ളത്. പിന്നെ വേറെ വർക്കിനെ കൊടുത്തിട്ടുണ്ട്. അതും ഡെലിവറി ജോബാണ്. അതാകുമ്പോൾ നമ്മൾ സമയത്തിന് വർക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്സിൻ്റെ റിലേറ്റഡായ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ കഴിഞ്ഞു പോകാനുള്ള ചെറിയൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഇവിടെ KNRCയുടെ വർക്ക് കാരണമാണ് കംപ്ലീറ്റ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാന്തിയെടുത്ത് കൊണ്ടുപോകണം. ഒരു ഭാഗത്ത് മാന്തിയെടുത്ത് കൊണ്ടുപോകണമെങ്കിൽ മറുഭാഗത്ത് അതൊരു നല്ലൊരു റോഡ് പണിയാനാണ്. പല ഭാഗങ്ങൾ പൊളിഞ്ഞു വീണെങ്കിലും ചെയ്ത ഭാഗങ്ങളൊക്കെ നല്ല റോഡുകളാണ്. ഇത് മേലേഴിയം നസ്രാണിക്കുന്ന്, ആനക്കര ഹൈസ്കൂളിൻ്റെ ഉള്ള നസ്രാണിക്കുന്നാണിത്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല നായ്ക്കളുള്ള കാരണം എല്ലാം അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ് ആയിട്ട് കുറച്ച് നടന്ന് ഇനി നാളെ ഇന്നൊരു 1/2 കിലോമീറ്റർ നടന്നു വെച്ചാൽ നാളെ ഒരു 1 കിലോമീറ്റർ ആക്കും. അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പെട്ടെന്ന് ഒറ്റയടിക്ക് തീരെ നടക്കാതെ ചെയ്യണതല്ലേ. അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ ഓടി നടക്കാൻ പറ്റില്ല. ഭയങ്കര റിസ്ക്കാണ് കാര്യങ്ങളൊക്കെ. പതിയെ കാര്യങ്ങളൊക്കെ നടന്നു കൊണ്ടുപോകണം. ഇപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയൊരു 11-12 10 മണിയുടെ ടൈമാണ്. ബുക്ക് ചെയ്തിട്ടില്ല. 10 ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ 10 to 11, പിന്നെ 11 to 12, 12 to 1 അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയാൽ ഒരു ദിവസത്തെ വർക്കിനനുസരിച്ച് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ നോക്കാൻ വെച്ചിട്ടാണ്.
അപ്പോൾ പിന്നെ വേറൊരു ഡെലിവറി വേക്കൻസിയും കൂടി ആയാൽ നമ്മളെ ഓരോ മാസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോവും. അപ്പോൾ ഇനി ബാക്കിയുള്ള ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പരിപാടിക്ക് ഇങ്ങനെ ഇറങ്ങാൻ നോക്കണം. ഇനി വീട്ടിൽ പോകണം, കുളിക്കണം, വേറെ വർക്കിൻ്റെ ജോയിൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ട് നടക്കണം. ഇനി ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. നാട്ടുകാരൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇയാൾ സ്ഥിരം പയ്യനെ നോക്കലും അത്യാവശ്യം നല്ലൊരു മുതലാളിയായിരുന്നു. ഇപ്പോഴും അതെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി ഭാഗം വെയിറ്റിംഗ്.